Welcome back. And in studio, joining me is അനിൽ കുമാർ നായർ. സ്വാഗതം മധുരഗീതത്തിലേക്ക്. സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ഞങ്ങൾക്ക് വേണ്ടി ഓട്ടോയിൽ നിന്നും വന്നിരിക്കുകയാണ് ടൊറന്റോയിലേക്ക്. ഈ തണുപ്പും എല്ലാം താണ്ടി തൃണവൽക്കരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സോ താങ്ക്സ് ഫോർ ദാറ്റ്. പക്ഷെ കാനഡയിലെ തണുപ്പൊന്നും അനിലേട്ടനൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം താങ്കൾ 1979 കാനഡയിലേക്ക് എത്തിയ വ്യക്തിയാണ്. തീർച്ചയായിട്ടും 47 കൊല്ലമായി. അടുത്ത മാസം ഫെബ്രുവരി 21 ആനിവേഴ്സറി തികയാണ്. അപ്പം കഴിഞ്ഞ 47 കൊല്ലമായിട്ട് ഉള്ള സ്നോയും തണുപ്പും എല്ലാം കണ്ട് പരിചയിച്ച് ഇപ്പോൾ ഉള്ളവര് സ്നോ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ നോക്കി ചിരിച്ച് ആസ്വദിക്കുന്നതാണ്. 1979 തുടങ്ങിയ യാത്ര കാനഡയിൽ ഇപ്പൊ 2026 എത്തി നടക്കുമ്പോൾ ഇത്രയും കാലയളവിൽ ഇവിടെ സ്റ്റുഡന്റ് ആയിരുന്നു, പിന്നീട് ഒരു IT പ്രൊഫഷണലായി, പിന്നീട് ഒരു റെസ്റ്റോറന്റിയറായി, ക്യുലിനറി എന്തൂസിയാസ്റ്റ് ആണ്, ഒരു സെൽഫ് മെയ്ഡ് ഷെഫാണ്. ഇങ്ങനെ പല 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 ഫേസസ് ഉണ്ട് ജീവിതത്തിൽ. ആദ്യം എനിക്ക് അറിയേണ്ടത് 79 ഒരു കാനഡ, ഇപ്പൊ 2026 കാനഡ, എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഡിഫറൻസ്, ഞാൻ 47 കൊല്ലമായിട്ടും ഓട്ടവ അല്ലെങ്കിൽ ഓട്ടവ ഏരിയയിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ എക്സ്പാൻഡബിൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ബസ് സർവീസ് ഞായറാഴ്ച ഇല്ലായിരുന്നു. ജോലിക്കൊക്കെ പോകണമെങ്കിൽ വേറെ വല്ലവരുടെയും സഹായം തേടിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഗ്രോസറി സ്റ്റോഴ്സ് ഞായറാഴ്ച ഇല്ല. എല്ലാം ശനിയാഴ്ച അടയ്ക്കും, എന്നിട്ട് പിന്നെ തിങ്കളാഴ്ച തുറക്കുള്ളൂ. ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ഓട്ടോയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് എല്ലാവരും ഈ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് കരിവേപ്പില. നമ്മുടെ കേരളീയര് അതവിടെ കിട്ടുമായിരുന്നു. ഉണക്ക കരിവേപ്പില അത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എല്ലാ അച്ചാറും എല്ലാം നോർത്ത് ഇന്ത്യൻ അതാണ്. സൗത്ത് ഇന്ത്യൻ ആയിട്ട് കരിവേപ്പില കിട്ടും, ബാക്കി ഒന്നും കിട്ടാറില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മള് കുക്കിംഗ് ചെയ്തു തുടങ്ങിയത്. അന്നത്തെ ചിക്കൻ കറി എന്ന് പറയുമ്പോഴത്തേക്കും ചിക്കൻ പുഴുങ്ങിയിട്ട് കറി പൗഡർ എടുത്തിടും, കറിയായി. അപ്പം നമ്മള് ഇത് മലയാളികളാകുമ്പോഴത്തേക്കും ഒരു സാറ്റർഡേ എല്ലാരും കൂടെ ഒരു വീട്ടിൽ കൂടും, അടുത്ത സാറ്റർഡേ വേറെ വീട്ടിൽ കൂടും. ചിക്കൻ കറി ഉണ്ടെങ്കിൽ എല്ലാം സെയിം ടേസ്റ്റ്. കുക്കിംഗ് കറി പോലെയുള്ള വീടും അടുക്കളയും മാറിയതുകൊണ്ട് സംഭവം ചിക്കൻ കറി ഒന്നും കറക്റ്റ്, എല്ലാം ഒന്ന് തന്നെയാണ്. അന്ന് കോഴിക്കറിയൊക്കെ വെക്കണം, നമ്മുടെ ഡ്രം സ്റ്റിക്ക് ഒക്കെ അങ്ങനെ ഇട്ട് വെക്കും. എനിക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആ കറി പൗഡർ ഇട്ട് പുഴുങ്ങി കഴിക്കുന്നത്. അതൊക്കെ കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ഒരു കുക്കിങ്ങിലോട്ട് മാറിയത് എന്നൊരു ഇതുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം എനിക്ക് ചെറുപ്രായം തൊട്ട് തന്നെ കുക്കിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? കൊച്ചിലുണ്ട്. കൊച്ചിലെന്ന് പറഞ്ഞാൽ അമ്മയെ സഹായിക്കുമായിരുന്നു. ഞാൻ 5-6 വയസ്സാലപ്പം മുതൽ സഹായിക്കുമായിരുന്നു. ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാനൊരു ആണാണ്. അന്നേരം അടുക്കളയിൽ കയറുക എന്ന് പറയുന്നത് ബാക്ക് ഇൻ 79 അത് ഇല്ല, കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്, തെളിവുണ്ട്. തെളിവെന്ന് പറയണത് ഇല്ല, ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇത് കണ്ടോ, ഇപ്പം കാണാമല്ലോ, ഇത് എടുക്കുന്നുണ്ട്. ഈ കട്ട് അതെന്താന്ന് വെച്ചാല് നമ്മള് കപ്പ നമ്മൾ മുറിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ ചെത്തും. ഞാൻ ഇങ്ങനെ ചെത്തി പിച്ചാത്തി തെന്നി വന്ന് ഇവിടെ കൊണ്ടു. അപ്പം ആ കുക്കിംഗ് അത് അന്നേരം ചോരയിലോട്ട് കയറിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. അന്നേരം അവിടെ പിടിച്ചു കയറിയെന്ന്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു കറി ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണമായിരുന്നു. എന്നോട് പറഞ്ഞു ഈ കറി ഉണ്ടാക്കാനായിട്ട്, പുളിങ്കറി. ഞാൻ പറഞ്ഞു എങ്ങനെയാ ഉണ്ടാക്കണത്? അപ്പൊ അമ്മ പോണ വഴിക്ക് എന്റെ റെസിപ്പിയും പറഞ്ഞു തന്നിച്ചു പോയി. എന്തൊക്കെയാലും തേങ്ങയൊക്കെ നമ്മുടെ കല്ലിലൊക്കെ അരച്ച് എല്ലാം ഉണ്ടാക്കി. തോന്നി കുഴപ്പമില്ല, നോക്കാം എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പലയിടത്തും പോയിട്ട് കഴിച്ചാല്, ഇപ്പൊ നിങ്ങള് പാടുമെന്ന് പറഞ്ഞു, നിങ്ങളൊരു സ്ഥലത്ത് ഒരു പാട്ട് കേട്ടാൽ മിക്കവാറും നിങ്ങൾക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫുഡ് കഴിച്ചാൽ എനിക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള സ്പൈസസ് മിക്കതും എനിക്ക് കഴിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അതൊക്കെയാണ് എന്നെ ആ കുക്കിംഗ് സൈഡിലോട്ടുള്ള ഒരു ആളായിട്ട് മോൾഡ് ചെയ്തെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവര് പറയും, അയ്യോ അനിലിന് തരാൻ പേടിയാണ് എന്നുള്ളത്. എന്ന് വെച്ചാല് ഞാൻ നുണ പറയില്ല. അവരുടെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും മിണ്ടൂല. ഓക്കെ, ഇങ്ങോട്ട് ചോദിച്ചാ ഞാൻ പറയും, വേണമെങ്കിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അതിന് ഇത് കുറവാണെന്ന് പറയും. അപ്പൊ അവർക്ക് തന്നെ പഠിച്ചെടുക്കാം. അപ്പൊ അത് കാരണം അവർ പറയും, അയ്യോ പേടിയാണ് എന്നുള്ളത്.
ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഫുഡ് തന്നെ കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പം ഒരാള് വളരെ ഹൈ ലെവലിലാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ എത്തണമെന്നില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലെവലുണ്ട്. അപ്പൊ അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. എന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് കുക്കിങ്ങില്, എനി വൺ ക്യാൻ കുക്ക്. ഓക്കെ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് റാറ്ററ്റൂയി എന്ന സിനിമയിലാണ്. അതാണ് ഞാൻ മന്ത്രമായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ റെസ്റ്റോറന്റ് വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കുക്കിംഗ് പഠിക്കണം എന്ന് പറയും, ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ചോദിക്കും ഞാൻ, അറിയാവോ? എനിക്ക് കുക്കിംഗ് അറിയില്ല. ഞാൻ പറഞ്ഞു, ടേസ്റ്റ് ചെയ്യാൻ അറിയാവോ? അറിയാം. then you know how to cook. അതാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇനിയിപ്പോ ഞാൻ കഥ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന താങ്കളുടെ റെസ്റ്റോറന്റ്, ഫ്ലേവേഴ്സ് ഓഫ് കേരള, ഫ്ലേവേഴ്സ് ഓഫ് കേരള. സോ 2024 വരയ്ക്കും ഉണ്ടായിരുന്നു റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്നു. ആൻഡ് അതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത്, അവിടെ സ്ഥിരമായി എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു ഡച്ച് ലേഡി ഫ്രം ഡച്ച്. ഐ വാസ് സോ ക്യൂരിയസ് ടു നോ എങ്ങനെ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ലേവേഴ്സ് വർക്കായി. ആൻഡ് ഷീ വാസ് എ റെഗുലർ കസ്റ്റമർ എല്ലാ ദിവസവും. അതിനെ കുറിച്ച് അതിനൊരു ആക്സിഡന്റ് ആയിട്ടാണ് വന്നത് റെസ്റ്റോറന്റിൽ. അവിടെ എന്തോ ബിസിനസിന് വന്നു. അപ്പൊ നമ്മുടെ ഇത് കണ്ടു, കേറി. അന്ന് ആദ്യമേ കഴിച്ചത് ഇതായിരുന്നു, ദോശ കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡയറ്ററി റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ള ലേഡിയാണ്, ഉപ്പൊന്നും അധികം പാടില്ല എന്നുള്ളത്. പിന്നെ പൊറോട്ടയും ദാൽ ഫ്രൈ, ഞാൻ ഒരെണ്ണം ദാൽ ഫ്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ദാൽ ഫ്രൈ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത് ആദ്യമേ കൊടുത്തപ്പോഴത്തേക്കും ഉപ്പുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഉപ്പ് ശരിയല്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഉപ്പില്ല വേണ്ടെങ്കിൽ ഉപ്പില്ലാണ്ട് തരാം. അപ്പൊ അങ്ങനെയാണ് കൊടുത്ത് പൊറോട്ട, ദാൽ ഫ്രൈ, അത് പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് മസാല ദോശയും അതും കഴിക്കും. പിന്നെ എപ്പോ വന്നാലും 2 ചായയും കുടിക്കും, മധുരമില്ലാതെ 2 ചായ. ഇത് തുടങ്ങിയപ്പോൾ മുതൽ വന്നു. ആഴ്ചയിൽ മിനിമം 3 ദിവസം വരും, ചില ആഴ്ചയിൽ 5 ദിവസവും മൺഡേ ത്രൂ ഫ്രൈഡേ വന്ന് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടും മടുത്തിട്ടില്ല. പിന്നെ ആ സ്ത്രീ പുറത്തു പോകുമ്പോഴത്തേക്കും, വേറെ സിറ്റിയിൽ പോകുമ്പോഴത്തേക്കും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒന്ന് കണ്ടാൽ കയറിയിട്ട് എന്റെ റെസ്റ്റോറന്റിൽ കഴിക്കുന്ന ഭക്ഷണം ഓർഡർ ചെയ്യും. എന്നിട്ട് മിക്കതും എടുത്ത് ഒരു കഷ്ണം കടിച്ചിട്ട് പുറത്തു പോയിട്ട് കൊണ്ട് കളയും. എന്നിട്ട് തിരിച്ച് എന്റെ റെസ്റ്റോറന്റ് വെച്ച് എന്നെ ചീത്ത പറയും. എന്താന്ന് വെച്ചാൽ ഞാൻ ആ സ്ത്രീയെ ചീത്തയാക്കി എന്നാണ് പറയണത്. സോ അതുകൊണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നും പാലറ്റിൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് വരുന്നത്. ആ ലേഡി ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു. കസ്റ്റമർ എന്നതിലുപരി ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് വന്നുകൊണ്ടിരുന്നത്. എന്റെ റെസ്റ്റോറന്റിൽ പെയിന്റ് അടിക്കാൻ തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട് ആ ലേഡി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്റെ ഫുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞിട്ട് അതിന് വരെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നാട്ടിൽ പോയി ആയുർവേദ ചികിത്സയൊക്കെ ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് ദാൽ ഫ്രൈ വേണമെന്ന് പറഞ്ഞു. നാട്ടിൽ പോയി കഴിച്ചു വന്നിട്ട് എന്നിട്ടും പറയണം, നാട്ടിൽ പോയിട്ട് കഴിച്ചിട്ടും എന്റെ ഫുഡിന്റെ അത്രയും ടേസ്റ്റ് കിട്ടിയില്ല. ചിലയിടത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ മിക്കതും എന്റെ ക്വാളിറ്റിയെക്കാളും താഴ്ന്നാണ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇത്രയും റെഗുലർ ലോയൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരു സ്ഥാപനമായിരുന്നു ഫ്ലേവേഴ്സ് ഓഫ് കേരള. പക്ഷെ അത് 2024 ബിക്കോസ് യു ഹാഡ് ടു മൂവ് ടു ഇന്ത്യ ഫോർ സം അതർ കമ്മിറ്റ്മെന്റ്സ്, അത് അപ്പൊ ആ സമയത്ത് യു ഹാഡ് ടു സെൽ ഇറ്റ് ഓഫ്. അപ്പൊ ഇപ്പൊ 2026 ആയി യൂട്യൂബിൽ സജീവമായി നിൽക്കുന്നു. ജേർണി ടു ദ വേൾഡ് ഓഫ് കുക്കിംഗ്, ജേർണി ടു ദ വേൾഡ് ഓഫ് കുക്കിംഗ് എന്ന യൂട്യൂബ് ചാനലാണ്. പക്ഷെ ഇപ്പൊ യൂട്യൂബ് ചാനൽ നടത്തി വരുന്നത് പോലെ തന്നെ വീണ്ടും ഫ്ലേവേഴ്സ് ഓഫ് കേരള റീലോഡഡ് പാർട്ട് 2 ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? തലയിലുണ്ട്, ഉണ്ട്, കളഞ്ഞിട്ടില്ല. റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് ഞാന് ഫ്ലേവേഴ്സ് ഓഫ് കേരള ഓടിച്ചത് കഴിഞ്ഞ ഇത് കോവിഡ് തുടങ്ങിയ പിന്നെ ഒറ്റയ്ക്കാണ് ഓടിച്ചത്. ഒറ്റയ്ക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും, ഓക്കെ കിച്ചണില് ഡിഷ് വാഷിംഗ് ഹെൽപ്പ് ഉണ്ടാകുന്നു. ഇല്ല, ഞാൻ തന്നെ പർച്ചേസിങ്, പ്രെപ്പിങ്, ക്ലീനിങ്, ഓർഡറിങ് എല്ലാം ഞാൻ തന്നെയായിരുന്നു. 2.5 വർഷം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. അത് ബുദ്ധിമുട്ടാണ്. അപ്പം വേറെ ഒരാളും കൂടെ എങ്കിലും സൈഡ് ബൈ സൈഡ് നിൽക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസ്റ്റോറന്റ് നമുക്ക് കൊണ്ടുവരക്കുള്ളൂ, ടേക്ക് ഔട്ട് ആണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു ആളെ ഈ യാത്രയിൽ വല്ലയിടത്തും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കിട്ടാൻ ഞങ്ങൾ ആശംസിക്കുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചതിൽ അത്രയും പാഷനാണ് കുക്കിങ്ങിനെ കുറിച്ച്, ഫുഡിനെ കുറിച്ച്. പക്ഷെ ഇതിന്റെ ഇടയിൽ എങ്ങനെ ഒരു IT മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ ഉടലെടുത്തു? നമുക്ക് ജീവിക്കണമല്ലോ. ഓക്കെ, അപ്പൊ ആദ്യമേ IT-ലോട്ടാണ് കയറിയത്. ഞാൻ ഇവിടെ വന്നപ്പോ 79 വന്നപ്പോഴത്തേക്കും 9ാം ക്ലാസ്സിൽ തുടങ്ങി.
അന്ന് ഗ്രേഡ് 13 ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി പോയി കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് IT കയറി. IT കയറുമ്പോൾ ഏത് കമ്പനിയിലും, ഞാൻ വലിയ കമ്പനിയിൽ കയറിയിട്ടില്ല, ചെറിയ കമ്പനിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫുഡിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ തന്നെയായിരുന്നു ഫ്രണ്ടില്. വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അവർക്കും അറിയാം എന്റെ കുലിനറി എക്സ്പെർട്ടീസിനെ പറ്റിയിട്ട്. അപ്പൊ ആ കുലിനറി ഇൻട്രസ്റ്റ് ഒരിക്കലും പോയിട്ടില്ല. അത് എന്റെ കൂടെ തന്നെ IT നടന്നുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു എന്താ പറയാ, കാണാൻ പാടില്ലാത്ത ഒരാളെ കൂടെ ഒരു കൂട്ടുപോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സുഹൃത്ത്. അത് തന്നെ. ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി വരുന്നുണ്ട്. സാധാരണ നമുക്ക് പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയപ്പാണ് മനസ്സിൽ വരിക. പക്ഷെ അതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പായസം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഞാൻ എന്താന്ന് വെച്ചാൽ ആരെങ്കിലും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാല് അത് ചെയ്തിട്ടേ നമ്മൾ അടങ്ങുള്ളൂ. ഓക്കെ. അതിപ്പം എന്തിലാണെങ്കിലും, ഇപ്പം കുക്കിംഗ് തന്നെയല്ല, വേറെ എന്തിലാണെങ്കിലും അനിലേ അത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ളത് അത് ഹോട്ടലിലുള്ള മിക്കവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർ പറഞ്ഞു, ഇപ്പൊ പായസത്തിന്റെ ഒക്കെ ഞാൻ പല പല പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇനിയിപ്പോ പാവയ്ക്കാണ് നോക്കുന്നത്. അയ്യേ, പാവയ്ക്ക കൊണ്ട് ആരെ പായസം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് തന്നെ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ആ കയ്പൊന്ന് കുറച്ച് കിട്ടണം. പായസം ഉണ്ടാക്കാൻ കുറച്ചുണ്ടാവും, എന്തൊക്കെയും ഉണ്ടാവും. പണ്ട് ഒരു കഥയുണ്ടല്ലോ, ആരുണ്ട്, പാൽപ്പായസം ഉണ്ട്. പാൽപ്പായസം കുടിക്കാൻ പോകുന്ന, അയ്യോ പാൽപ്പായസം കുടിക്കല്ലേ, അതിനും പഞ്ചസാരക്ക് ഭയങ്കര കയ്പാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞില്ലേ, പഞ്ചസാരയുടെ കയ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പാവയ്ക്കയുടെ കയ്പ് ഇഷ്ടമാക്കുക. അതാണ് പാവയ്ക്ക പായസത്തിലൂടെ എനിക്ക് ചെയ്യേണ്ടത്. അതാണ് അത്. ഒരെണ്ണം വരും. ഇപ്പൊ ഈ സംസാരിച്ച സംഭാഷണത്തിൽ ഒരു ഓട്ടംതുള്ളൽക്കാരൻ കയറി വന്നു. സംശയം, ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് പറയാലോ. ഓട്ടംതുള്ളലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അത് പറയുമ്പോഴത്തേക്കും വേറൊരു സ്റ്റോറി വരുന്നുണ്ട്. 2 കൺട്രീസ് ഷൂട്ട് ചെയ്തത് ഓട്ടോ അവിടെയായിരുന്നു. അന്നേരം നമുക്ക് കൊച്ചിൻ കിച്ചൺ എന്ന റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഫുഡൊക്കെ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരേ വാശി, എന്നെ കൊണ്ട് അതിനകത്ത് അഭിനയിപ്പിക്കണം. ഞാൻ തലകുത്തി നിന്ന് പറഞ്ഞു നോക്കി വേണ്ട എന്നുള്ളത്. പക്ഷെ അവസാനം ഒരു റോള് തന്നു. ദിലീപിനായിട്ട് ഒരു സംസാരം, 2 വരിയുള്ളൂ. 14 ടേക്ക് വേണ്ടി എടുക്കേണ്ടി വന്നു. തോന്നക്കൽ പഞ്ചായത്തിൽ അത് വേറെ അത് തന്നെ പറഞ്ഞു. അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വന്നിരിക്കണല്ലോ. അപ്പൊ അതിനകത്ത് നമ്പൂതിരിയുടെ വേഷം വന്നു, ഓട്ടംതുള്ളന്റെ വന്നു, എല്ലാം വന്നു. അപ്പൊ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആക്സെന്റ് കുറെയൊക്കെ മാറ്റാൻ പറ്റും. തിരുവനന്തപുരം ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പം രായമാണിക്യത്തിലെ അതില്ലേ അത് വരും. അപ്പം അത് കുഴപ്പമില്ല, അങ്ങനെ കുറച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും പറ്റും. ഇത് സ്റ്റേജിൽ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടംതുള്ളി ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അത് ഞാൻ ഉറക്കെ പറയുന്നില്ല, പാടിയിട്ടുണ്ട് എന്ന് ഞാൻ പതുക്കെ പറയാം. അപ്പൊ ഇതെല്ലാം ചെയ്യും. മൃദംഗം പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. ടീച്ചർ നാട് വിട്ടു പോയിട്ടുണ്ട്. അത്തരം അതാണ് 2 കോയിൻസിഡൻസ് ആണ്. പക്ഷെ ഇത് വന്നു, എനിക്ക് താളം ഇരിക്കൂല. ഓക്കെ, നമ്മൾ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് എന്റെ താളം വിളിച്ചാൽ 10 സെക്കൻഡ് 15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ താളം ഒരു വഴിക്ക് പോവും, പാട്ട് വേറെ വഴിക്ക് പോവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതില് അടിയറ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുക്കിങ്ങിൽ ഒരിക്കലും അടിയറ പറയില്ല. പാചകത്തിൽ ഒരിക്കലും താളം തെറ്റാതെ താളം തെറ്റില്ല. അതുപോലെ തന്നെ റെസ്റ്റോറന്റിൽ നമ്മൾ മിനിമൈസ്ഡ് മെനു ആയിരുന്നു. ആൾക്കാർ വന്നിച്ച് പറയും, അയ്യോ ഞാനിതെല്ലാം കഴിച്ചു, അത് തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ട്, വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പൊ എന്നിട്ട് കിച്ചണിൽ പോയിട്ട് എന്താണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അത് വച്ചിട്ട് കറി ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര ഇഷ്ടവും. അപ്പൊ ഒരു ഇതും മെനുവിൽ വെക്കൂ. ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പം മെനു നമ്മൾ മാറ്റുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റിലെ റെസിപ്പിയിൽ 2 എണ്ണം എൻ്റെ തന്നെ ക്രിയേഷൻ, വേറെ ഒരു ഇതുമില്ലാണ്ട് ചെയ്തത്. ഒരെണ്ണം കാന്താരി കോഴിയുണ്ട്, ഒരെണ്ണം ചിക്കൻ ചീരയുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഭയങ്കര ഹിറ്റായിരുന്നു. കാന്താരി കോഴി എടുത്ത് മാറ്റിയിട്ടാണ് ചിക്കൻ ചീര ഉണ്ടാക്കിയത്. അന്നേരം ഞാൻ കുറെ ചീത്ത കേട്ടു കസ്റ്റമേഴ്സിന്റെ കയ്യിൽ, എന്തിനാ അത് മാറ്റിയത്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, എന്നിട്ട് പറയേ. ടേസ്റ്റ് പറയാ, ഇത് നല്ലതാ കേട്ടോ, കുഴപ്പമില്ല, അതും വേണം കേട്ടോ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞാല് എനിക്ക് ഒരു ദിവസത്തെ നോട്ടീസ് തന്നോളൂ, ഞാൻ ഉണ്ടാക്കി തരാം, അതിനൊന്നും കുഴപ്പമില്ല. മെനുവിൽ എന്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയും വന്ന് കഴിച്ച ആൾക്കാരുണ്ട്. എന്റെ ഫുഡിനെ പറ്റി
ആരും മോശം പറഞ്ഞിട്ടില്ല. ലവ്ലി. അപ്പൊ കാന്താരി കോഴിക്കും ചിക്കൻ ചീരയ്ക്കും ഇനി വരുന്ന പാവയ്ക്ക പായസത്തിനും ജേർണി ടു ദ വേൾഡ് ഓഫ് കുക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലും തുടരെ വരാവുന്ന ഫ്ലേവേഴ്സ് ഓഫ് കേരള എല്ലാത്തിനും ഭാവുകങ്ങൾ നേരുന്നു. വി ബെയർലി സ്ക്രാച്ച് ദ സർഫേസ്. സമയക്കുറവ് മൂലം മാത്രം നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ ചുരുക്കേണ്ടി വരികയാണ്. ബട്ട് ദർ ഇസ് സോ മച്ച് മോർ ടു അൺപാക്ക്. ഇറ്റ് വാസ് ആൻ ആബ്സല്യൂട്ട് പ്ലെഷർ ടോക്കിംഗ് ടു യു. Thank you for the opportunity. Thank you so much for joining us. Okay, thank you.